ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഒരു കറുത്ത അലുവയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയായി എങ്ങനെ നമുക്ക് കറുത്ത അലുവ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കറുത്ത അലുവ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് മൈദ. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ അത് കുഴച്ചെടുക്കാൻ. ചപ്പാത്തി മാവിന്റെ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. അതിനോടൊപ്പം ഞാൻ 250 ശർക്കര പാനിയാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ മാവിന്റെ പരുവത്തിൽ നമ്മുടെ മൈദ മാവ് നന്നായിട്ട് കുഴച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശർക്കര പാനി നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് മൈദ മിക്സ് ആക്കാൻ വെച്ചിട്ട്, അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന 5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ മൈദയിലേക്ക് ഒഴിക്കുന്നത്. ആ 5 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്തിട്ട് നന്നായിട്ട് നമ്മൾ യോജിപ്പിക്കണം ഈ മൈദ ഈ വെള്ളമായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും വേണം നമ്മൾ ഇത് കണക്ക് ഈ മാവ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മൈദയിൽ നിന്ന് ഇത് കണക്കൊരു വേസ്റ്റ് മാറിക്കിട്ടും. ഇത് നമുക്ക് അലുവ ഉണ്ടാക്കാൻ ആവശ്യമില്ല. മൈദ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള വേസ്റ്റ് നമുക്ക് അരിച്ചു മാറ്റാം. അപ്പം നമുക്ക് അരിച്ച് നമ്മൾ അലുവ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ തൊത്ത് വേണം നമുക്ക് വെളിയിൽ കളയാനുള്ളത്. അപ്പം നമ്മുടെ പാനിലേക്ക് നമ്മൾ മൈദയുടെ ആ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ എടുക്കാതെ ഈ മൈദ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ മൈദ കുറച്ച് കുറുകിയതിന് ശേഷം മാത്രം നമുക്ക് ശർക്കര പാനി ഒഴിച്ചാൽ മതി. കൈ എടുക്കാനേ പാടില്ല. എപ്പോഴും നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്കൊരു 8 സ്പൂൺ നെയ്യ് ഇതിലൊഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കളർ മാറി വരുന്നുണ്ട്. കുറച്ചും കൂടെ കുറുകിയിട്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 250 ഗ്രാം ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന വെളുത്ത ശർക്കര ആയതുകൊണ്ടാണ് എൻ്റെ ഈ പാനിക്ക് ഈ കളർ. നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം കറുത്ത ശർക്കര തന്നെ എടുത്താൽ നല്ല കറുത്ത അലുവ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് 2ാമത്തെ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അവരവരുടെ ഇഷ്ടത്തിന് നെയ്യോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. നമുക്ക് 3ാമത്തെ ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം.
ഇപ്പം നമുക്ക് ഏകദേശം ഒന്ന് ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. കൈ എടുക്കാനേ പാടില്ല. കൈ എടുത്താൽ ഈ മാവ് നമുക്ക് അടിയിൽ പിടിക്കും. 5 ടീസ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് കട്ടിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ആറാമത്തെ ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മൈദ ഏകദേശം ഇളക്കി ഹാഫ് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 20 അണ്ടിപ്പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ 8ാമത്തെ ടീസ്പൂൺ നെയ്യും നമ്മൾ ഒഴിച്ചു. ഇപ്പൊ തന്നെ നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. കുറച്ചു നേരം കൂടെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇതിപ്പോ ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചായി. ഇപ്പോൾ ഈ അലുവയുടെ അവസാന ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്നും അലുവയുടെ കൂട്ട് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ നേരത്തെ നമ്മൾ അലുവയിൽ ഒഴിച്ചിരുന്ന എണ്ണ വേർപെട്ട് പോകുന്നുമുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അലുവ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ഈ അലുവ ആയെന്നറിയുന്ന പരുവം ഇതാണ്. ആദ്യം നമ്മൾ ഒഴിക്കുന്ന എണ്ണയെല്ലാം അലുവയിൽ നന്നായിട്ട് പിടിക്കും. ഇത് നന്നായി കുറുകിയതിന് ശേഷം ഈ എണ്ണ വെളിയിലേട്ട് മാവിൽ നിന്ന് മാറും. നമ്മുടെ അലുവ നന്നായിട്ട് ഈ ഒരു പരുവം ഇങ്ങനെ പാനിൽ കിടന്ന് ഓടുന്ന ഒരു പരുവമാണ് ഈ അലുവയുടെ പരുവം. അപ്പൊ നമുക്കിതിനി തീ അണച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാത്രത്തിലൊഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ചൂടോടെ തന്നെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. ഈ ചൂടോടെ തന്നെ നമ്മളങ്ങ് സെറ്റ് ചെയ്യണം. ഇത് ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് കട്ടിയായിപ്പോ. ഇത് നമുക്കിനി തണുക്കാൻ വെക്കാം. ഇത് നമ്മൾ മാക്സിമം ഒരു 6 മണിക്കൂറെങ്കിലും തണുക്കാൻ വെക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നല്ല ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പൊ ഇത് ഞാൻ ഇനി 6 മണിക്കൂറിന് ശേഷം കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. നമ്മുടെ അലുവ 6 മണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റ് ചെയ്ത ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ അലുവ നമുക്ക് കട്ട് ചെയ്യാം. നല്ല സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. അപ്പം ഇതുപോലുള്ള റെസിപ്പികൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ വൈറ്റ് ശർക്കര ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കളർ ലഭിച്ചത്. നിങ്ങൾ ബ്ലാക്ക് ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കറുത്ത നമ്മളെ കടയിൽ വാങ്ങുന്ന അലുവ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.